ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 8 ആണ്. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് തന്നെ നേരെ AJ ചെങ്ങിൻ്റെ അനിയന് നടന്നിട്ടുള്ള സത്യമെല്ലാം വിളിച്ചു പറയുന്നത് കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇവൻ അതെല്ലാം ലൈവ് ഇടുമ്പോൾ അവിടെ എല്ലാവരും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം അറിയുന്ന മിങ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോഴും കളവെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്? നീ കാരണമല്ല എൻ്റെ കൈ പോയത്, അവരെല്ലാവരെയും കൈ ഒടിക്കാനായി നിന്നതാണ് എന്നുള്ള സത്യം നിനക്ക് തുറന്നു പറഞ്ഞൂടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മാനേജറും പറയുന്നുണ്ട്, ഇവൻ ചെയ്തത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അവൻ എല്ലാവരുടെയും കൈ ഒടിച്ചേനെ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ലു ആണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവൻ്റെ കാലും ഒടിച്ചേനെ. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അതേസമയം സത്യമെല്ലാം അറിഞ്ഞ് ചെങ്ങിൻ്റെ അനിയനോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ടോം നേരെ ഫാറ്റിയെ തട്ടി, ഇനി നിന്റെ അവസരമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഫാറ്റി ആണെങ്കിലോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി പോകുന്നെല്ലാം ഉണ്ട്. ഫാറ്റി നേരെ കിച്ചണിലേക്ക് പോയി നല്ല അടിപൊളി ഫുഡ്സ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ അതെല്ലാം കാണുന്ന ടോം പറയുന്നുണ്ട്, ഇതെന്താ ഇവന് ഇപ്പോൾ തന്നെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ അവരെല്ലാവരും പറയുന്നുണ്ട്, അവൻ ആരോടെങ്കിലും സോറി ചോദിക്കണമെങ്കിൽ അവന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഷസ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഫാറ്റി സോറി ചോദിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടോങ്ങി. ഫാറ്റി ഉണ്ടാക്കിയ ഫുഡ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഫാറ്റി അനിയനോട് സോറി എല്ലാം പറഞ്ഞ് അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്നുണ്ട്. ഈ സമയം ലു ഫുഡെല്ലാം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതിൽ ചിക്കൻ ഒന്നുമില്ലല്ലോ, ഇതിൽ ചിക്കൻ എല്ലാം എവിടെ പോയി എന്നെല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടോങ്ങും പറയുന്നുണ്ട്, എൻ്റെ ഇതിലും ചിക്കൻ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ എൻ്റെ ഭക്ഷണത്തിൽ ഒളിച്ചു വെച്ചതായിട്ടുള്ള ചിക്കൻ എല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ടോങ് പറയുന്നുണ്ട്, നീ പയഞ്ചൻ മോഡലാണല്ലേ, എൻ്റെ അമ്മ അച്ഛന് കൊടുക്കുന്നത് പോലെ തന്നെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ഫാറ്റി ആണെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് വേഗം ഓടി പോകും. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഒന്നുകൂടി അനിയനോട് സോറി എല്ലാം പറയുന്നുണ്ട് ഫാറ്റി. ഇതെല്ലാം കാണുന്ന അനിയനാണെങ്കിൽ അതൊന്നും സാരമില്ല എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട്, അപ്പോൾ ഇവൻ ഇവിടെ വന്നതിനുള്ള പ്രശ്നമെല്ലാം എല്ലാവർക്കും തീർന്നല്ലോ, ഇനി ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ, ഇവനെയും ഗെയിമിൽ എടുത്തൂടെ എന്നെല്ലാം പറയുമ്പോൾ നേരെ ടോങ് പറയുന്നുണ്ട്, എനിക്ക് പ്രശ്നമെല്ലാം ഉണ്ട്. അത് കേൾക്കുന്ന ലിയോ ആണെങ്കിൽ പറയുന്നുണ്ട്, നിനക്ക് പ്രശ്നം എന്തും ഉണ്ടായിക്കോട്ടെ, ഞാനാണ് ഇനി മുതൽ ഗെയിംസ് എല്ലാം കളിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. നീ എൻ്റെ സബ്ബായിരിക്കണം പറയുമ്പോൾ അവൾ എനിക്ക് സബ്ബാവാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, എന്തിനാ നമ്മുടെ ചെങ്ങ് തന്നെ ആദ്യം ഒരു പ്ലെയറിൻ്റെ സബ്ബല്ലേ എന്ന് ചോദിക്കുന്നതും അവൻ്റെ തുറിച്ചു നോട്ടം കാരണം മാനേജർ പറയുന്നുണ്ട്, പക്ഷെ അവൻ നല്ലോണം കളിക്കുമല്ലോ അങ്ങനെയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതേസമയം ടോങ് നേരെ മിങ്ങിന്റെ കാലിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ആകില്ല സബ്, എനിക്ക് സബ്ബാകാൻ ഇഷ്ടമില്ല, എന്നെ കളിയിൽ നിന്ന് ഒഴിവാക്കൽ എന്നെല്ലാം മിങ്ങിനോട് പറയുന്നു. ഈ സമയം ഇതെല്ലാം കേൾക്കുന്ന ചെങ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദ്യം ടോങ്ങല്ലേ വന്നത്, അപ്പോൾ ടോങ് തന്നെ ഇതെല്ലാം ആകിക്കോട്ടെ, അവൾ തന്നെ ഗെയിം കളിക്കട്ടെ എന്നെല്ലാം പറയുമ്പോൾ അവർ രണ്ടുപേരും വീണ്ടും വഴക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം ടോങ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ രണ്ടുപേരിൽ ആരാണ് നല്ലപോലെ കളിക്കുന്നത് അവരായിരിക്കും കളിക്കാൻ പോകുന്നത്, അവരുടെ സബ്ബായിരിക്കും മറ്റേയാൾ എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മാനേജറാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അടിപൊളിയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അന്ന് തന്നെ നേരെ ലീഷോ അവൻ്റെ ചെയറും കമ്പ്യൂട്ടറും എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ടോങ്ങിനാണെങ്കിലോ അവളുടെ കൂടെ മത്സരിക്കാൻ പോകുന്നവനല്ലേ എന്നുള്ള ഭയമെല്ലാം ഉണ്ട്. അങ്ങനെ അവൾ നേരെ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിനെല്ലാം പോകുന്നുണ്ട്. അവിടെ എത്തി നാളത്തെ ഫോട്ടോഷൂട്ടിന് ഇടാനായി അവളുടെ ഫ്രണ്ട് ഒരു സാധനമെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന അവൾക്കാണെങ്കിൽ എടുക്കണ്ടെന്നും ഫ്രണ്ടാണെങ്കിൽ നിർബന്ധിച്ച് അതെല്ലാം അവളെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ അവൾ അവിടേക്ക് വരുമ്പോൾ അവിടെ ചെയറിലിരുന്ന് ഇപ്പോഴും മീഷോ ഗെയിം കളിക്കുന്നത് കാരണം അവൾ അവനോട് പോയി വഴക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിൽ നേരെ അവളോട് ഒന്ന് പുറത്തേക്ക് വാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവൾ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്, നീ ഇത്ര നല്ല മേക്കപ്പും പിന്നെ അട്രാക്ഷനുള്ള സ്പ്രേയും ഒന്നും ധരിക്കരുത്, ഇത് കാരണം നിന്റെ അടുത്തിരിക്കുന്ന ഗെയിമേഴ്സിന് തന്നെ നിന്നോട് അട്രാക്ഷൻ തോന്നി ഗെയിംസിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയാവും എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നേരെ ലീഷോ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. ചെങ്ങ് നേരെ അവൻ്റെ ചെരുപ്പെല്ലാം എടുത്ത് അവൻ്റെ മേലേക്ക് എറിയുന്നെല്ലാം ഉണ്ട്. അങ്ങനെ ചെങ് പറഞ്ഞതെല്ലാം നേരെ ടോങ് അവൻ്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്,
അങ്ങനെയാണെങ്കിൽ നീ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ചെങ്ങിനാണല്ലോ. അപ്പോൾ നിനക്ക് ചെങ്ങിനെ ഇഷ്ടമല്ലേ? ഇത് കേൾക്കുന്നത് ടോങ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് കാരണം ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിനക്ക് ചെങ്ങിനെ ഇഷ്ടമാണല്ലേ? ഇത് കേൾക്കുമ്പോൾ അപ്പോഴും ചെങ്ങ് ഇഷ്ടമാണ് എന്ന് സമ്മതിക്കാതെ ടോങ് മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. സമയം അവളുടെ റൂമെല്ലാം തുറന്ന് ചെങ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ചെങ് ഫോണിലൂടെ സൗണ്ട് എല്ലാം കേൾക്കുന്നത്. ടോങ്ങിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് ചെങ്ങിനെ ഇഷ്ടമാണല്ലേ? ഇതെല്ലാം പറയുന്നതും അവൾ വേഗം ചെങ് കേൾക്കാത്ത രീതിയിൽ അതെല്ലാം ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട്. പിന്നെ അവൻ അവിടെ നിന്ന് നാളത്തെ ഫോട്ടോഷൂട്ടിന്റെ കാര്യമെല്ലാം പറഞ്ഞു തിരിയുന്നതും നേരെ അവിടെ ഫാറ്റിയും ലിയോയും വരുന്നുണ്ട്. അവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ ഡൗട്ടെല്ലാം തോന്നുന്നുണ്ട്. പക്ഷേ ചെങ് എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അവൾ കിടക്കയിൽ നിന്ന് വീണു, ഞാൻ അവിടെ പോയി എടുത്തു, അങ്ങനെയെല്ലാം പറഞ്ഞ് അവരെ സംശയിതനാക്കുന്നുണ്ട്. അതേസമയം പിറ്റേന്ന് രാവിലെ എണീച്ച് നേരെ ടോങ് അവിടെ ഇരിക്കുന്ന ചെങ്ങിനെ നോക്കി വരുന്നുണ്ട്. അങ്ങനെ അവൾ ഇന്നലെ ഫ്രണ്ട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവനെ ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞ് പോടി എന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, നീ ആരെയാണ് പോടി എന്ന് വിളിച്ചത്? ഇവിടെ ഏതാണ് പെൺകുട്ടിയുള്ളത് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ തലയിൽ അവിടെ പൂച്ചയുടെ രോമം കാണുന്നത്. അത് കാണുന്നതും അവൾ നേരെ എടുക്കാൻ പോകുന്നതും അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ നേരെ അവൾ അത് എടുത്തെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവൻക്ക് അവളോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നെല്ലാം ഉണ്ട്. അതേസമയം ലിയോയും ഫാറ്റിയും എക്സസൈസ് ചെയ്യാൻ വിളിക്കുന്നത് കാരണം വേഗം അവിടെ നിന്ന് ടോങ് അവൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നെല്ലാം. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളടുത്തേക്ക് അനിയൻ വന്നിട്ട് അവളെ വെറുപ്പിക്കുന്നത്. നീ എന്തിനാ എക്സസൈസ് ചെയ്യുന്നത്? ഈ ഗെയിമിൽ ഞാനേ വിജയിക്കൂ എന്നെല്ലാം പറഞ്ഞ് അവൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.